We are here based on a relationship, as I told you last week. നമ്മൾ ഇന്ന് പകൽ ഇവിടെ വന്ന് ആരാധിക്കുന്നത് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. We have teachings in the Word of God and we have the doctrines, but our worship and our relationship with the God is not based on a theory or a doctrine or a teaching. These are important in our Christian life, but basically it is a relationship. And everything that we reflect in our Christian life is fundamentally, essentially based on a strong relationship with the Lord, with the Father in heaven. It is a relationship with the Father-Son relationship. It is not a creation-creator relationship. It is not a slave-master relationship. Rather, it is a father-son, father-daughter relationship. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്ത്യാനിത്വത്തില് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ബന്ധം ദൈവവുമായിട്ട് എങ്ങനെ ആഴത്തിലുള്ളതാണോ അതേ ആഴത്തിലായിരിക്കും ഇന്ന് പകൽ ഈ ആരാധന നിങ്ങൾക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരു സത്തയായി, ഒരു തിയറിയായി, ഒരു ഉപദേശമായിട്ട് മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ ഈ പാട്ടും പ്രാർത്ഥനയും ഒന്നും ജീവിതത്തിൽ അർത്ഥവത്തായി തീരുകയില്ല. പക്ഷെ സ്വാദ് കൂടുന്നത് ദൈവത്തെ പിതാവായി അംഗീകരിച്ച് അനുഭവിക്കുമ്പോൾ മാത്രമാണ്. അവൻ നമ്മുടെ പിതാവാണ്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവാണ്. People of Israel never address God as Father. Never they address God Father. Though there are references in the Bible, in the Old Testament, God being a father, it is the father of the nation, not as a father for an individual or in a personal relationship. ഒരു വ്യക്തിപരമായ ബന്ധത്തിലല്ല അവർ പിതാവെന്ന് പറയുന്നത്. None of the child of God in the Old Testament has ever addressed him Father. പഴയ നിയമത്തില് ഒരാള് പോലും ദൈവത്തെ പിതാവായിട്ട് ചിത്രീകരിച്ചിട്ടില്ല, അഡ്രസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ നമുക്കതിനുള്ള ഭാഗ്യം ലഭിച്ചതിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ you have to read 3 references. You will understand how blessed we are when we address God Father. അതുകൊണ്ട് there are 3 references in the New Testament to Abba Father. Abba Father എന്ന് പറയുന്ന ആ ഫ്രേസിന് 3 റെഫറൻസസ് ആ പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്ലീസ് എവരി വൺ ഓപ്പൺ യുവർ ബൈബിൾ, ഇഫ് യു ബൈബിൾ വിത്ത് യു, ആൻഡ് മേക്ക് ഇറ്റ് പ്ലീസ് നോട്ട് ഇറ്റ്. മാർക്ക് 14:35, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 35 ഇൻ മലയാളത്തിലും 36 ഇൻ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയുന്നു. പ്ലീസ്. അബ്ബാ പിതാവേ. Okay, there we read about a phrase, Abba Father. You know who addresses their God Father? ആരാണ് അവിടെ അബ്ബാ പിതാവെ എന്ന് അഡ്രസ് ചെയ്യുന്നത്? ആരാണ്? യേശു കർത്താവ്. യേശു കർത്താവ് പിതാവിനെ നോക്കി പറയുകയാണ്, യു ആർ മൈ ഡാഡ്. Abba is a Hebrew word. When we translate into English, it is literally dad. You are my dad in heaven. What a loving title we use when we address our fathers. നമ്മുടെ പിതാക്കന്മാരെ അഡ്രസ് ചെയ്യുമ്പോൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് ഈ പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒറ്റ അർത്ഥമാണ് ഇതിനുള്ളത്. അബ്ബ എന്ന് പറയുമ്പോൾ ഡാഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അബ്ബ, യു ആർ മൈ ഡാഡ്. അവിടെ ദൈവത്തെ പിതാവെന്ന് അഡ്രസ് ചെയ്യുന്നത് പുത്രനായ ക്രിസ്തുവാണ്. യേശുനാഥൻ അഡ്രസ് ചെയ്യുകയാണ്. അടുത്തത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങൾ മക്കളാകൊണ്ട് ഓക്കെ, ആരാണ് അവിടെ അഡ്രസ് ചെയ്യുന്നത്? Read in English, it is more clear. Because you are son. ആരാണ് അവിടെ അബ്ബ എന്ന് വിളിക്കുന്നത്? The spirit of the son. പുത്രന്റെ ആത്മാവാണ്. The spirit calls him Abba Father. Spirit. ആത്മാവാണ് വിളിക്കുന്ന അബ്ബാ ഫാദർ എന്ന്.
മർക്കോസിന്റെ സുവിശേഷത്തിൽ പുത്രനാണ് വിളിക്കുന്ന അബ്ബാ ഫാദർ എന്ന്, അബ്ബാ പിതാവേ എന്ന്. ഇവിടെ പുത്രനാണ് വിളിക്കുന്നത് അബ്ബാ പിതാവേ എന്ന്. ഇനിയും Romans 8:15, last verse, last phrase. ആരാണ് അവിടെ വിളിക്കുന്നത്? നമ്മളാണ് വിളിക്കുന്ന അബ്ബാ പിതാവേ എന്ന്. ഇന്ന് പകൽ നിങ്ങൾക്കൊരു ദൂത് മനസ്സിലായോ? പുത്രൻ വിളിക്കുന്ന അതേ സ്വരത്തിൽ, അതേ ബന്ധത്തിൽ, ആത്മാവ് വിളിക്കുന്ന അതേ ബന്ധത്തിൽ, അതേ സ്വരത്തിൽ, പ്രിയ ദൈവമക്കളെ, പാപികളായ ദോഷികളായ എനിക്ക് നിങ്ങൾക്ക് ആ ദൈവത്തെ നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരം നൽകിയ ദൈവത്തെ ഇന്ന് പകൽ എത്ര പേർ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ ഈ സദസ്സിൽ വന്ന് ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പുത്രൻ വിളിക്കുന്നത് പോലെ, ആത്മാവ് വിളിക്കുന്ന പോലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ വലിയ സ്വീകാര്യത, ആ വലിയ സ്വാതന്ത്ര്യം, ആ വലിയ അവകാശം ദൈവം നൽകിയതിനായിട്ട് ഇന്ന് പകൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. So we have the boldness and courage to come to the throne of God and face Him, addressing Him Abba Father. Such a strong relationship was established for us through His Son Jesus Christ. യേശു കർത്താവിലൂടെ അത്ര ആഴമേറിയ ബന്ധമാണ് എനിക്കും നിങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ റൂമില്, നമ്മുടെ ഹാളില്, നമ്മുടെ കുടുംബ പ്രാർത്ഥനയില് പിതാവേ എന്ന് വിളിക്കുമ്പോൾ സ്വർഗം നമ്മുടെ തലയ്ക്ക് മീതെ തുറക്കുകയാണ് ചെയ്യുന്നത്. So we got an access to enter the house of God. ദൈവത്തിന്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അറിയത്തക്ക വിധത്തിൽ ഒരു പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ നന്മയ്ക്കായി, സ്വീകാര്യതയ്ക്കായിട്ട് ഇന്ന് പകൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. So how many of you are really proud of having this access towards God, to the throne of God, to the house of God? ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ അഭിമാനം കൊള്ളേണ്ടതും എക്സൈറ്റഡ് ആകേണ്ടതും എന്താണ് പ്രിയ ദൈവമക്കളെ? നമുക്ക് ലഭിച്ച ഭൗതികതയല്ല, നമുക്ക് ലഭിച്ച എന്തെങ്കിലും നന്മകളല്ല. ഇന്ന് പകൽ നാം എക്സൈറ്റഡ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കേണ്ടത് സൃഷ്ടിതാവായ ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുവാൻ, പിതാവ് എന്ന് വിളിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ച ദൈവത്തെ ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2500 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദനോട് നമ്മൾ സംസാരിക്കുകയായിരുന്നുവെങ്കിൽ, there would be a time when you can approach God without any hindrance, without any veil in between. They would never believe and they would say it is impossible, and it would be impossible. 2500 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്റെ അടുക്കൽ ചെന്നിട്ട് അവരോട് പറയുകയാണ്, യാതൊരു തടസ്സം കൂടാതെ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ കഴിയുമെന്നും ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് സാധ്യമാകുമെന്നും പറഞ്ഞിരുന്നെങ്കിൽ അവരൊരിക്കലും വിശ്വസിക്കില്ല. അവർ പറയുന്നത് അസാധ്യമാണ്. കാരണം അവർക്ക് ദൈവത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിലൂടെ ആ ബന്ധം പുതിയതായി നൽകിയ ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നു. പഴയ നിയമത്തിൽ ദൈവം അവർക്ക് മന്ന കൊടുത്തു. പഴയ നിയമത്തിൽ ദൈവം അവർക്ക് പാറയിൽ നിന്നുള്ള വെള്ളം കൊടുത്തു. പക്ഷെ സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവർ മോശയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മോസസ്, we don't got to speak to us, we want you to speak to us. ഞങ്ങൾക്ക് ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണ്ട, ഞങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലണ്ട. മോശെ, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. കാരണം അവർക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്കുവാൻ ഭയമായിരുന്നു. സീനായി പർവ്വതം മുഴുവനും ദൈവത്തെ തേജസ് കൊണ്ട് അവർ നിറഞ്ഞു കണ്ടപ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് മോശയോട് പറയാണ്, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാൽ മതി. പക്ഷെ ഇന്ന് പകല ഈ ആലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കണ്ട് ദർശിച്ച ആ ദൈവത്തെ പിതാവെന്ന് വിളിച്ച് ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ അത് എക്സൈറ്റഡ് ആയിരിക്കുന്ന ദൈവമക്കള് ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. ആ ദൈവത്തെ നോക്കി പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് നൽകിയ ദൈവത്തിന് ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറയുന്നു.
How many of you understand this word? ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആഴം മനസ്സിലാകും. Listen carefully and you will understand the depth of this relationship. പ്രവചനത്തിലെ ദൂതന്മാര് സെറാഫിംസ് praise the Lord. They give praises to the Lord. We do not have the clear-cut picture of who seraphims are. There are a few references to seraphims in Ezekiel and the book of Revelation and in Isaiah. They are the seraphims. They are the most holy ones next to God. Among all the creations, they stand first in their holiness. Pastor, how do you know that? Because they are so close to the throne of God. മനസ്സിലായോ നിങ്ങൾക്ക്? യെശയ്യാ പ്രവചനത്തില് സെറാഫിംസ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ചിത്രം കാണുവാനായിട്ട് കഴിയുന്നു. സകല സൃഷ്ടികളിലും ഏറ്റവും വിശുദ്ധമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് സെറാഫിംസ്. ദൈവത്തിന്റെ വിശുദ്ധി കഴിഞ്ഞാൽ സെറാഫിംസ് ആണ് ഏറ്റവും വിശുദ്ധമായി നിൽക്കുന്ന ജീവികൾ. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അവരാണ് ദൈവിക സിംഹാസനത്തിന്റെ അടുത്തു നിൽക്കുന്നത്. പക്ഷേ അവർ ദൈവത്തെ സ്തുതിക്കുന്ന രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് അന്യോന്യം സെറാഫിംസ് അന്യോന്യം പറയാണ്, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഇന്ന് പകലും സെറാഫിംസ് അങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അവർ ദൈവത്തിന്റെ മുഖത്തേക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. അവർ അന്യോന്യമാണ് പറയുന്നത്, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. അവർക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുകയില്ല. അവർ രണ്ടുകൊണ്ട് ചിറക് അത് വിടർത്തി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മറച്ചിട്ട് സെറാഫിംസ് they would say each other, God is holy, God is holy, such a beautiful scene is there. പക്ഷെ ഇന്ന് പകല ഇതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായോ? നാം അന്യോന്യമല്ല പറയുന്നത്, നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, ദൈവമേ അങ്ങ് പരിശുദ്ധനാണ്, പിതാവേ അങ്ങ് പരിശുദ്ധനാണ്, ദൈവമേ അങ്ങ് പരിശുദ്ധനാണ്. ആ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തെ ഇന്ന് പകൽ ഞാൻ സന്തോഷത്തോടെ സ്തുതിക്കുന്നു. ആ പദവി എനിക്ക് നൽകിയ ദൈവത്തെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നു. ഈ ആലയത്തിൽ ഞാൻ വന്നിരിക്കുമ്പോൾ ഇവിടെയുള്ള കസേരകളല്ല ഞാൻ കാണുന്നു, ആ ദൈവിക സിംഹാസനം എന്റെ മേലോ അത് തെളിഞ്ഞ് കാണുകയാണ്. അവിടെ ഇരിക്കുന്ന ദൈവത്തെ ഞാൻ കാണുന്നു. ആ ദൈവം എന്റെ പിതാവായിട്ട് ഞാൻ ഇന്ന് പകൽ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആഴമുള്ള ബന്ധമാണ് പ്രിയ ദൈവമക്കളെ. Even this morning seraphims do not see God's face. പകലും സെറാഫിംസ് ദൈവത്തിന്റെ മുഖം കണ്ടിട്ടില്ല. അവർക്ക് ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിയില്ല. പക്ഷെ വിശ്വാസം ഇന്ന് പകൽ ആ പ്രവേശനം സാധ്യമാക്കിയതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ദൈവമക്കളെ, എത്ര വലിയ പദവിയാണ് എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളത് ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കൾ, that is the assurance of a life. We have a Father in heaven. നമുക്ക് സ്വർഗസ്ഥനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ പിതാവാണെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. If the Prime Minister of Canada were your father, what a difference that would make in your attitude towards your challenges. What difference it would make to your attitude towards the problems you face. Sometimes the boss would be angry with you. You will be having some tensions in your lives, but you won't be shaken, because you know that a strong man is in Canada is my father, and if I have some problem I can tell him and he will make everything solved. We will solve everything that I face, right? കാനഡയിലെ പ്രൈം മിനിസ്റ്റർ നിങ്ങളുടെ അപ്പനാണെങ്കിൽ നിങ്ങളുടെ മനോഭാവം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഇരിപ്പും നിങ്ങളുടെ ചര്യകളും നിങ്ങളുടെ മനോഭാവങ്ങളും എല്ലാം എങ്ങനെയായിരിക്കും? ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ മനോഭാവം എങ്ങനെയായിരിക്കും? ഏതെങ്കിലും ചലഞ്ചസിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ മനോഭാവം എങ്ങനെയിരിക്കും? ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്ന പോലെ അല്ലായിരിക്കും പ്രതികരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഒരു സ്ട്രോങ് മാനാണ്
എൻ്റെ പിതാവായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അഭിമുഖിക്കുന്ന ചെറിയൊരു വിഷയങ്ങളൊന്നും വലിയ കാര്യമില്ല. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാൽ മതി, കാര്യങ്ങൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ സോൾവ് ചെയ്യുവാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്. സിംഹാസനത്തിൽ അല്ലെങ്കിൽ ഭരണത്തിൽ അല്ലെങ്കിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ലേ? ഇന്ന് പകൽ ഒരു ഹ്യൂമൻ പവർ അത്രമാത്രം സ്വാധീനമുള്ളതാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ പിതാവാണെന്ന്? എത്ര പേര് ഇന്ന് പകൽ ഉറപ്പോടെ വിശ്വസിക്കാൻ കഴിയുമോ? സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥനായ ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ കുടുംബത്തിൻ്റെ നായകനാണ്. അതുകൊണ്ട് ഞാൻ ഇളകി പോകുകയില്ല എന്ന് ഇന്ന് പകൽ പറയുവാനായിട്ട് കഴിയുമോ? ഐ ഡോണ്ട് നോ ഹൗ മെനി ഇയേഴ്സ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് യു ആർ ലീഡിങ്. പക്ഷേ ഇന്ന് പകൽ പറയട്ടെ, ഒന്നുകൊണ്ട് കുലുങ്ങരുത്, ഒന്നുകൊണ്ട് കുലുങ്ങരുത്. ഇന്ന് പകൽ ദൈവം നിന്നോട് കൂടെയുണ്ട്, പിതാവായ ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ താങ്ങി നടത്തുന്നൊരു കർത്താവാണ്. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വേളകളും നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമായി, പിതാവായി, ഉയരത്തിൽ നല്ലവനായ ഒരു ദൈവമുള്ളതിനായിട്ട് ഇന്ന് പകൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. While Jesus was here on the earth, you know what was the assurance that he had in his life? What was the secret of his life? He was never shaken in his life, even a single moment of his life while he was on the earth. യേശുനാഥൻ ഭൂമിയിലായിരുന്നപ്പോൾ ഒരൽപ്പം പോലും പതറാതെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മുഴുവനും ധൈര്യത്തോടെ അനുഭവിക്കുവാനായിട്ട് കാരണം എന്താണെന്നറിയാമോ? It was a strong relationship of Jesus Christ with his heavenly Father. In 4 Gospels, he has never addressed God as God. Every single time Jesus addressed God as his Father, except for one time, that was on the cross. 165 റെഫറൻസസ് ഉണ്ട് സുവിശേഷങ്ങളിൽ യേശുനാഥൻ ദൈവത്തെ പിതാവെന്ന് വിളിച്ചത്. കർത്താവ് ദൈവത്തെ പിതാവെന്നേ വിളിച്ചിട്ടുള്ളൂ. അബ്രഹാമിന്റെ ദൈവമെന്നോ, ഇസ്ഹാക്കിന്റെ ദൈവമെന്നോ, യാക്കോബിന്റെ ദൈവമെന്നോ യേശുനാഥൻ ദൈവത്തെ നോക്കി പറഞ്ഞില്ല. 165 പ്രാവശ്യവും യേശുനാഥൻ ഉയരത്തിലേക്ക് നോക്കി പറയുന്നു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ. ഒരു പ്രാവശ്യം മാത്രമാണ് ഈ പിതാവിനെ നോക്കി യേശു ദൈവമേ എന്ന് വിളിച്ചത്. അത് കാൽവരി ക്രൂശിൽ വെച്ചാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്നുള്ള ഒറ്റ പ്രാവശ്യമാണ് യേശുനാഥൻ ദൈവമേ എന്ന് വിളിച്ചത്. ബാക്കി 165 സമയങ്ങളോ യേശുനാഥൻ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് സ്വർഗത്തേക്ക് അടുത്തു ചെല്ലുന്നത്. അത്രയാഴമേറിയ ഒരു ബന്ധമായിരുന്നു യേശുനാഥനും പിതാവുമായിട്ടുള്ളത്. Many people misunderstood him. Many thought that he was an illegal son of Mary, born without father. അപ്പനില്ലാതെ ജനിച്ചവൻ മേരിയുടെ ഇല്ലീഗൽ സണ്ണാണെന്നാണ് ജനം മുഴുവനും മനസ്സിലാക്കിയത്. Only Mary knew what had happened within her womb. എന്താണ് സംഭവിച്ചെന്ന് മറിയയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇവൻ യോസഫിന് പോലും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. Later angel told Joseph that it was by the power of the Spirit. യോസഫിന് അങ്ങനെയാണ് ആ ദൂതന്റെ ദർശനം ഉണ്ടായത് കൊണ്ടാണ് യോസഫിന് മനസ്സിലായത്. ബാക്കി എല്ലാവരും അവനെ ഇല്ലീഗൽ സണ്ണായിട്ടാണ് വിളിച്ചത്. Sometimes people address him Beelzebul, and then people address him a liar. നീ ഒരു നുണയനാണ്, നീ ബേൽസബൂലാണ് എന്നൊക്കെ വിളിച്ച് യേശുനാഥനെ അഡ്രസ് ചെയ്ത ആളുകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. You know the pain when a person is addressed that you are an illegal son. ഈ സമൂഹത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ മനുഷ്യരെല്ലാം കൂടെ എന്നെ നോക്കി പറയുകയാണ്, you are not properly born, you are an illegal son. നിയമപ്രകാരം ഉണ്ടായ മകനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വേദന നിങ്ങൾക്കറിയാമോ? ഒരു സമൂഹം മുഴുവൻ അങ്ങനെ വിളിക്കുന്നു. അവനെ നോക്കി ബേൽസബൂൽ എന്ന് വിളിക്കുന്നു.
നീ നുണയനാന്ന് പറയുന്നു. പക്ഷെ ആ സമയത്തൊക്കെ യേശുനാഥനെ പിടിച്ചു നിർത്തിയ ഒറ്റ കാര്യമുണ്ട്. സ്നാന സമയത്ത് അവിടെ ഒരു വിളംബരം ഉണ്ടായിരുന്നു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഏത് ജീവിത സാഹചര്യങ്ങളോ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയുന്നത് സ്വർഗത്തിൽ നമുക്കൊരു പിതാവ് ഉണ്ടെന്നുള്ള ആ ധൈര്യത്തിലാണ് ഇന്ന് പകൽ വിശ്വസിക്കുവാൻ കഴിയുമോ? എല്ലാ സമയത്തും അതാണ് നമ്മെ ഉറപ്പാക്കി നിർത്തേണ്ടത്. സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട്. സ്തോത്രം. ഈവൻ ക്രൂശീകരണത്തിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശുനാഥൻ പറയുകയാണ്, മൈ ജോയ് ഐ ഗിവ് ടു യു. ഒരിക്കലും തളർന്നു പോയില്ല ക്രൂശീകരണത്തിന്റെ മുമ്പിലും. ക്രൂശീകരണത്തിന്റെ തലേ ദിവസങ്ങളിലും യേശു കർത്താവ് തളർന്നു പോയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ യേശുനാഥൻ അറിയാമായിരുന്നു തനിക്കൊരു പിതാവ് ഉയരത്തിലുണ്ട് എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തില് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അവിടെ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് പറയുന്നു. ശ്രദ്ധിക്കൂ നിങ്ങൾ. All the disciples came to Jesus Christ and then told him, we would never leave you. There were times when the disciples left him, and these 12 disciples were after him in many occasions of his ministry. എല്ലാ ഇപ്പോഴും യേശുനാഥന്റെ കൂടെ ഈ 12 ശിഷ്യന്മാരുണ്ട്. വേറെ പല ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം യേശുവിനെ വിട്ടുപോയി. അവസാനം ഈ 12 ശിഷ്യന്മാരിൽ 11 പേരോട് 11 പേരെ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, we will never leave you Jesus Christ, at any cost we will never leave you. യേശുനാഥൻ പറഞ്ഞു, നിങ്ങളെല്ലാം എന്നെ വിട്ടുപിരിയും, എല്ലാം നിങ്ങൾ വിട്ടുപിരിയും. പത്രോസേ, നീ എന്നെ വിട്ടുപിരിയും. മത്തായി, നീ എന്നെ വിട്ടുപിരിയും. സകല ശിഷ്യന്മാരോടും പറയും, നിങ്ങൾ എന്നെ വിട്ടുപിരിയും. പക്ഷെ എനിക്കൊരു പിതാവുണ്ട്. മൈ ഫാദർ വിൽ നെവർ ലീവ് മീ. There is no leader like Jesus Christ here in the society. പ്രിയ ദൈവമക്കളെ, all the disciples, all the followers left him for a while. ഒരാൾ ഒറ്റിക്കൊടുത്തു, ഒരാൾ തള്ളിപ്പറഞ്ഞു, ബാക്കി 10 പേര് യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഓടി മറഞ്ഞു. ഇതുപോലൊരു നായകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജീവിത അവസാനമെങ്കിലും ഈങ്കുലാം വിളിക്കാൻ 10 പേരെങ്കിലും കൂടെ കാണുകയില്ലേ? പക്ഷെ ഒരാൾ പോലും പുറകെ ചെല്ലാതെ അവസാനം യോഹന്നാൻ അപ്പോസ്തലൻ മാത്രം കൂടെ ഇരിക്കുന്ന ഒരന്തരീക്ഷത്തിൽ യേശുനാഥൻ പറയുന്നു, എൻ്റെ പിതാവിനെ കൈവിടുകയില്ല. His security was not on disciples. He thanked God for the disciples, but his security was not on them. His security was on his Father. അവന്റെ ഉറപ്പ് എന്നുള്ളത് പിതാവിന്റെ കയ്യിലായിരുന്നു. ഇന്ന് പകൽ ഭൗതികമായത് ഒന്നിലും നിങ്ങൾ ഉറപ്പ് വെക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ ഉറപ്പ് വെക്കരുത്. മക്കളിന്മേൽ നിങ്ങൾ ഉറപ്പ് വെക്കരുത്. മാതാപിതാക്കൾ നിങ്ങൾ ഉറപ്പ് വെക്കരുത്. ഇന്ന് പകൽ ഉലകത്തിൽ ഉറപ്പ് വെക്കുക, സുരക്ഷിതമായിട്ട് ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഉയരത്തിലുള്ളൂ. അത് നമ്മുടെ കർത്താവായ, അത് നമ്മുടെ പിതാവാണ്, അത് സ്വർഗസ്ഥനായ ദൈവമാണ്. അവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഇന്ന് പകൽ ദൈവമക്കളെ ദൂത കൈമാറുന്നു. See a picture. Jesus was standing before Pilate, half naked, eaten by whips, oozing throughout his body. യേശുവിന്റെ ചിത്രം ഒന്ന് ചിന്തിച്ചാട്ടെ. പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു, ഉൾക്കിരീടം ധരിച്ച് അർത്ഥനഗ്നനായി, ദേഹം മുഴുവൻ ചാട്ടവാറുകൊണ്ട് അടിയേറ്റവനായി യേശുനാഥൻ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കൂ. എനിക്ക് നിന്നെ ക്രൂശിക്കുവാൻ അധികാരമുണ്ടെന്ന് നിനക്കറിയുകയില്ലയോ? Don't you know that I have the power to crucify you? നിന്നെ ക്രൂശിക്കുവാൻ എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയില്ലേ? യേശു കർത്താവ് തല ഉയർത്തി പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. പീലാത്തോസേ, നീ ഇവിടെ സിംഹാസനസ്ഥനായിരിക്കും,
നിന്റെ മുകളിൽ ഒരു പവറും കാണുകയില്ല. പക്ഷെ ഒരു കാര്യം നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നു, എൻ്റെ പിതാവ് അനുവദിക്കാതെ നിനക്കെന്നെ തൊടുവാൻ കഴിയുകയില്ല. എൻ്റെ പിതാവ് അനുവദിക്കാതെ നിനക്കെന്നെ തൊടുവാൻ കഴിയുകയില്ല. ക്രൂശിതനായി ക്രൂശിലേക്ക് പോകുവാൻ അത് സ്റ്റെപ്പ് വെക്കുന്ന യേശുനാഥൻ പറയുന്നു, ഇതും എൻ്റെ പിതാവ് അനുവദിച്ചു കൊണ്ട് തന്നെയാണ്. ഇന്ന് പകൽ ദൂത കൈമാറുന്ന പ്രിയ ദൈവമക്കളെ, പിതാവ് അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഇന്ന് പകൽ ദൂത കൈമാറുന്ന നിന്റെ ജീവിത യാത്രയിൽ എന്തെല്ലാം സംഭവിച്ചാലോ, ഏതെല്ലാം ജീവിത അനുഭവങ്ങൾ കൂടെ കടന്നുപോയാലോ, ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആ പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. പിതാവിന്റെ അറിവോട് കൂടി മാത്രമായിരിക്കാം തന്റെ മക്കൾ എന്തെങ്കിലും സംഭവിക്കുന്ന ഇന്ന് പക ധൈര്യം പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Who is the king here? Pilate or Jesus? Pilate is a slave here. Jesus the king here. Though he was standing before a governor, Jesus the king, because he knew the fact that nothing happens in his life without the knowledge and permission of his father. ഇതാണ് പ്രിയ ദൈവമക്കളെ ഉറപ്പെന്ന് പറയുന്നത്. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഈ ഉറപ്പ് പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. We are the children of God, but many times we show orphan symptoms. What are the orphan symptoms? Orphan symptoms എന്തൊക്കെയാണ്? anxiety about tomorrow. Is an orphan is the one who does not have father, right? From first age onwards, first age or second, when a child is second 2 years of age, 2 years old, 2 years of age, they would show the orphan symptoms. അപ്പനില്ല അമ്മയില്ലാത്തവർക്ക് എന്തെല്ലാം സിംറ്റംസ് ആണുള്ളത്? അവർക്ക് നാളെക്കുറിച്ച് ചിന്തയുണ്ട്, ഫിയർ കാണും, ആകുലതകൾ കാണും, അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെ അവിടെ കടന്നു പോകും. അവരെ ആരും സഹായിക്കാനില്ല എന്നുള്ള ചിന്ത അവർക്കുണ്ടാകും. ഇതൊക്കെ ഓർഫൺ സിംറ്റംസ് ആണ് പ്രിയ ദൈവമക്കളെ. സ്പിരിച്വലി സ്പീക്കിംഗ്, ദ ചർച്ച് ഈസ് ഫുൾ ഓഫ് ഓർഫൺസ്. ആത്മീയമായി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ 50% അനാഥര, ഒരുറപ്പുമില്ല. ചെറിയ ചെറിയ വിഷയങ്ങളുടെ മേലെ ഭാരപ്പെടുന്നവരെ നമ്മൾക്ക് ഈ ഷോ ഓർഫൺ സിംറ്റംസ്. അപ്പനില്ലാത്ത മക്കളെ പോലെ, അമ്മയില്ലാത്ത മക്കളെ പോലെ നമ്മൾ ഭാരപ്പെടുന്നവരാണ്. 25-30 വർഷമായിട്ട് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരാണ്. മെനി ടൈംസ് വി എക്സ്പീരിയൻസ് ഗോഡ്, ബട്ട് സില്ലി മാറ്റേഴ്സ് വി ഷോ ഓർഫൺ സിംറ്റംസ്. അനാഥരുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നവരാണ് ഞാനും നിങ്ങൾ. പക്ഷേ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയട്ടെ, വി ഹാവ് എ ഗ്രേറ്റ് ഫാദർ ഇൻ ഹെവൻ. ഇത് പറയാൻ കഴിയും, ഐ ആം നോട്ട് ആൻ ഓർഫൺ. ഞാനൊരു ഓർഫൺ അല്ല. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ഞാനൊരു അനാഥനല്ല. ദൈവമക്കൾ സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ഈ വചനം നിങ്ങൾക്ക് ഇന്ന് പകൽ പരിശുദ്ധി ആത്മാവ് ആഴത്തിൽ പതിയട്ടെ. യു ആർ നോട്ട് ആൻ ഓർഫൺ. യു ഡു നോട്ട് നോ വാട്ട് വുഡ് ഹാപ്പൻ ടുമോറോ. നാളെ എന്തു സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് പകൽ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നത്, എൻ്റെ പിതാവ് അറിയാതെ, പിതാവ് അനുവദിക്കാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ നിങ്ങൾക്കൊരു പിതാവുണ്ട്. നിങ്ങളെ നന്നായി അറിയുന്ന ഒരു സ്വർഗസ്ഥനായ ദൈവമുണ്ട്. കർത്താവിനാൽ സ്തോത്രം ചെയ്തത്.